ഹലോ, നമുക്കിന്ന് വാഴയിലയിൽ ചുട്ടെടുത്ത തനി നാടൻ ഗോതമ്പ് ഓട്ടട ആയാലോ? നമ്മുടെ ഓട്ടട ഉണ്ടാക്കാനായി ദേ വാഴയിലയൊക്കെ ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓട്ടടയ്ക്ക് ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം. ചിരകിയ തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ചീകി ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മാവ് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി നമുക്ക് ചപ്പാത്തിയെക്കാട്ടി കുറച്ച് ലൂസായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇങ്ങനെ ഒരു വാഴയില കീറിയെടുത്ത് നമ്മുടെ കുറച്ച് മാവ് എടുത്തിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് നമുക്ക് ചെയ്ത് നമ്മുടെ ഓട്ടട അടച്ച് വെച്ചിട്ട് നമുക്കിത് നല്ല ചൂടിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ഓട്ടട ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെ ഇരുമ്പിൻ്റെ ഇതേപോലെ ദോശക്കല്ലോ ഒക്കെ ആയിരിക്കും. ഇത് നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്ടട ദേ മുരിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതും ഇപ്പോഴും നമ്മൾ ഒരുപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ഈ ഓട്ടടയല്ലേ. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ ഇതേപോലെ ചൂടോടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നല്ലേ. അതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക.